എങ്ങനെയാണ് സാറ് പറഞ്ഞ മൊബൈൽ ഫോണിന്റെ വീക്ഷണത്തോട് എനിക്ക് 100% യോജിപ്പാണ്. ഈ മൊബൈലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും പാരഡികളോ എന്തെങ്കിലും സാറ് ചെയ്തില്ല? അതല്ലേ ഈ ഞങ്ങള് തമാശക്കാരെ സംബന്ധിച്ച് മൊബൈൽ ഫോൺ വലിയൊരു ഭീഷണിയാണ്. കാരണം ഏതെങ്കിലും ഒരു സദസ്സിൽ നല്ല രീതിയിൽ തമാശ അങ്ങനെ പ്രസന്റ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്ന ഒരുത്തിന്റെ മൊബൈൽ മുഴങ്ങുന്നു, അയാൾ ഉടനെ തന്നെ എടുത്ത് സംസാരിക്കുന്നു. പിന്നെ എത്ര ശ്രമിച്ചാലും അത് നമ്മൾ ആ ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ആകെ ഭയപ്പെടുന്നത് ഞാൻ ഇപ്പൊ നമുക്കൊരു വലിയ സദസ്സിൽ മുഴുവൻ ആൾക്കാർ ഇപ്പൊ ഞങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഓഫീസുകളിൽ പോലും കോൺഫറൻസ് നടത്തുമ്പോൾ പോലും ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ദയവായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് വയ്ക്കണമെന്ന് പറയാറുണ്ട്. പിന്നെ മൊബൈലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ഇപ്പം അവഗണിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് എത്ര തിന്മകളുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് നന്മകളുണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ മൊബൈലിന്റെ ഏറ്റവും വലിയ സ്വാധീനം, മൊബൈലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചൊല്ലുകൾ പ്രചാരത്തിൽ വന്നു. ചിലതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ്, പഴഞ്ചൊല്ലുകൾക്ക് വരെ പുതുചൊല്ലുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കുറേയൊക്കെ കളക്ട് ചെയ്തിരുന്നു. എന്റെ സ്വന്തമല്ല കേട്ടോ, ഞാൻ എനിക്ക് പല സ്ഥലങ്ങളിലും കിട്ടിയതാണ്. അന്യന്റെ മൊബൈൽ ആഗ്രഹിക്കരുത്, മൊബൈൽ ഏതായാലും കണക്ഷൻ നന്നായാൽ മതി. അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ മൊബൈൽ വിളിക്കും. ഇങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള പുതുച്ചൊല്ലുകൾ തന്നെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നെ ഈ 2000 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഈ ഫോണിൻ പ്രോഗ്രാമുകളാണ്. ഏതാ നമ്മുടെ ടി-വിയില് നേരം വിളിക്കുമ്പോൾ വൈകുന്നേരം വരെ എനിക്കതിനൊരു തൊഴിലില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഒരു പാട്ട് കിട്ടാൻ വേണ്ടി, പാട്ട് കിട്ടാന്നുള്ളതല്ല, അവരുടെ സ്വരം അതിൽ കേൾക്കാൻ വേണ്ടിയാണ് നിത്യേന എന്നുള്ള ഈ സ്ഥിരം ചോദ്യങ്ങളാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ, മറുപടികൾ. അത് നമ്മൾ ശിക്ഷക്കാരെ പോലും ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായെന്നറിയാം. ഞാനിങ്ങനെ വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്ത് വരികയാണ്. ഞാൻ വേണാട് എക്സ്പ്രസിൽ ഒരു പഴയ യാത്രക്കാരാണ്, ഒരു ഗ്യാപ്പിന് ശേഷമാണ് യാത്ര ചെയ്യുന്നത്. അന്നും പാട്ടുപാടി ശിക്ഷ ചോദിക്കുന്ന പിച്ചക്കാര് വേണാട് എക്സ്പ്രസിലുണ്ട്. പക്ഷെ ഇത്തവണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ സ്റ്റൈല് മാറിപ്പോയി, അവരുടെ TV സ്വാധീനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അറിയാം, ഒരു ഭിക്ഷക്കാരൻ ഇങ്ങോട്ട് വന്നു, ഇൻട്രൊഡക്ഷനോട് പോയാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്. നിങ്ങൾ ഞങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, അടുത്തതായി ഞാൻ പാടാൻ പോകുന്ന ഗാനം മീശമാസം എന്ന സിനിമയിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനമാണ്. എന്നിട്ട് ഞങ്ങൾ യാത്രക്കാരോട് ചോദിക്കുക, ഈ ഗാനം ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? എല്ലാ പാട്ടുകളും അത് ആ TV-യുടെ സ്വാധീനം എനിക്കത് വളരെ സ്ട്രൈക്ക് ചെയ്തു. പിന്നെ എനിക്ക് 2000 ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഈ തിരുവനന്തപുരം നഗരത്തിലെ കള്ളന്മാരുടെ അഴിഞ്ഞാട്ടമാണ്. അഴിഞ്ഞാട്ടം എന്ന് പറയാൻ പറ്റില്ല, കള്ളന്മാരിപ്പോൾ സിനിമാറ്റിക് ഡാൻസ് ചെയ്യാണെന്ന് വേണം പറയാനായിട്ട്. ഈ കള്ളന്മാരെ പേടിച്ച് രാത്രികാലങ്ങളിലൊക്കെ എന്റെ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ആൾക്കാർ ഉറങ്ങാതിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ സ്ക്വാഡ് ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണ്. അതിന് ഞാനിവരെ കുറ്റം പറയുന്ന കാര്യം അറിയാമോ? നമ്മുടെ ജനതയെ കുറ്റം പറയുന്നത്. ഈ കള്ളന്മാർക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുത്തില്ലേ? കൊച്ചുനാൾ പോലെ മക്കളെ വിളിക്കുന്ന കൊച്ചു കള്ള, അതുപോലെ തന്നെ കാമുകനെ വിളിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു കൊച്ചു കള്ള. നമ്മൾ കള്ളന്മാരുടെ സിനിമകളോട് നമുക്ക് എന്തിഷ്ടമാണ്? മീശമാധവൻ എന്ന സിനിമ വിജയിച്ചില്ലേ? കള്ളൻ പവിത്രൻ, നീലമലൈ തിരുടൻ, മലൈ കള്ളൻ എന്ന് വേണ്ട കായംകുളം കൊച്ചുണ്ണി. ഈ കള്ളന്മാരോടൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊരു ആരാധനയാണ്. ഈ ആരാധന ഒരു പ്രത്യാഘാതമാണ് ഈ കള്ളന്മാരുടെ ഇപ്പോഴത്തെ അഴിഞ്ഞാട്ടം എന്ന് അല്പം തമാശയോടെങ്കിലും വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പൊ ശിശു പീഡനങ്ങളില്ലേ, പീഡനങ്ങളുടെ സ്ത്രീ പീഡനം, അതുപോലെ ഈ റാഗിങ്ങിനെ കുറിച്ച് ഞാൻ എഴുതിയത്, റാഗിങ്ങിന് ഒരു പെൺകുട്ടി വിധേയായല്ലോ, അവിടെ ലൈംഗിക ആഭാസ തലത്തിന് വിധേയായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എഴുതിയ പ്രിൻസിപ്പൽ നടപടി എടുത്തില്ല, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ആ കുറ്റക്കാരിയായിട്ടുള്ള പ്രിൻസിപ്പൽ അതിന് കേസിന് വിധേയായിട്ട് അവര് ജയാസുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് പറയുന്ന എന്റെ കയ്യിൽ കവിതയില്ല, കളാവില്ല എന്നുള്ള വസ്തുതയില്ല. അപ്പോ അതിൽ നിന്നുകൊണ്ട് ആ ന്യായാധിപനോട് പറയുന്നതായിട്ടാണ് ഇവളുടെ ഈ സംഭവങ്ങളെല്ലാം. ഇവൾ വളരെ യോഗ്യതയോടുകൂടി കോളേജിന്റെ ചിതാനായവളാണ്. അവള് നല്ല രീതിയിൽ ഡിസിപ്ലിൻ പാലിക്കാനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോഴാണ് ഇവരെ അവസാന മുട്ടന്മാര് പിള്ളേരുണ്ടല്ലോ വന്നിട്ട് പുതുതായി പഠിക്കാൻ വന്ന പിള്ളേരെല്ലാം വളരെയധികം മൃഗീയമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അവരെ വിളിച്ച് വാങ്ങണം. അപ്പൊ പിറ്റേ ദിവസം ഇവള് ന്യായാധിപനോട് ഞാൻ ആരോടും പറയാതെ മാനഭയവും ജീവഭയവും കൊണ്ട് ഞാൻ കഴിയുകയായിരുന്നു. അപ്പൊ ഇവരെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, പിറ്റേ ദിവസം വാങ്ങി നടത്തിയിട്ട് പിറ്റേ ദിവസം 10 മണിക്ക് ഇവള് നേരത്തെ വന്നു. വരുമ്പോഴേക്കും കുടിച്ചു കൂട്ടാടി വന്നിട്ട് ഞാൻ എങ്ങനെയായിരുന്നു പറയേണ്ടത്, എന്നെയും അവർ റാഗിങ് ചെയ്തു. 44 വയസ്സാണ് റാഗിങ് ചെയ്തു പറയുന്നത്. പ്രിൻസിപ്പലിനെ റാഗിങ് ചെയ്തു. പക്ഷേ ഇത് സ്ത്രീയുടെ ഇന്നത്തെ പരിസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇതറിയാതെ കൊണ്ട് അവള് മൂടിപ്പോട്ടി വയസ്സം മാറിക്കൊണ്ട് വന്നു. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് അവർക്ക് തലപൊക്കി നടന്ന അതൊക്കെ. അതിന്റെ 4ാം ദിവസമാണ് പെൺകുട്ടി ഇതൊന്നുമല്ലേ. അന്നേരം മറ്റൊരു പറഞ്ഞിരുന്നു, ഇത്
പിന്നെ മാനഭയം കൊണ്ടായി ഇവിടെ വന്നിട്ട് ഈ പ്രക്രിയ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേർ മുറി വന്നിട്ട് ഇവരോട് പറഞ്ഞിരിക്കുന്നു പുറത്തിറങ്ങി തട്ടിക്കളയുന്നു. അപ്പൊ ജീവഭയം കൊണ്ടിരിക്കുക. അവസാനമാണ് കേസ് വന്ന് ന്യായാധിപനോട് പറയുകയാണ്, അവിടുന്ന് എന്റെ അഭിപ്രായത്തിന് വില കൊടുക്കണം. ഈ നമ്മുടെ നാടുണ്ടല്ലോ, ഈ നാട് ഈ പേടി കൊണ്ടല്ലാതെ പൗരബോധത്തിന് വേര് പിടിക്കാത്ത നാടാണ് കേരളം. അങ്ങനെ പേടി കൊണ്ടെങ്കിൽ മാത്രമേ മാറൂ. വേറെ യാതൊരു കേസുകൊണ്ട് ഓർഡർ ആകില്ല. അതുകൊണ്ട് ഈ കുട്ടികളിൽ ഏറ്റവും ക്രൂരമായി പെരുമാറിയ 2 കുട്ടിയെങ്കിലും തൂക്കാൻ ശ്രമിക്കണം. ഇവരുടെ അപേക്ഷയാണ്, ഒരു പെണ്ണിന്റെ അപേക്ഷയാണ്. അവിടെ ഒരു ധീരമായി ഏക സമയത്തുണ്ടല്ലോ, ഞാൻ നടപടിയെടുക്കാത്ത കുറ്റക്കാരിയായി എന്നെയും തൂക്കിക്കൊല്ലണം. ഇതുകൊണ്ട് ആ കാരണം എന്താണെന്ന് വെച്ചാൽ പേടിയിൽ നിന്നല്ലാതെ പൗരബോധത്തിന് പേര് പിടിക്കാത്ത നാടാണ് കേരളത്തിലൊരു